എല്ലാ വ്യക്തികൾക്കും അത് ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കായാലും അവരുടെ ഒരു അറ്റ് എ പോയിന്റ് ഓഫ് ലൈഫ് ടൈമിൽ അവർക്ക് തോന്നുന്നൊരു കാര്യമാണ്. നമ്മൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ ഭയങ്കര റിലേറ്റീവ് ആയിട്ടുള്ള ഡയലോഗാണ്. ജീവിതം ഒന്നല്ലേ ഉള്ളൂ തന്നെയാണ്, ജീവിക്കണ്ടേ. അത് ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി ഒരു -2 ഡിഗ്രി ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് ഈ സൈക്കിളിൽ കമ്പിയിൽ പിടിക്കുമ്പോൾ തന്നെ കൈ ഫ്രീസ് ആവും. അപ്പൊ അങ്ങനത്തെ തണുപ്പിലാണ് ചവിട്ടി വന്നിട്ട് ഇത് ചെയ്യാൻ. അതിനാണ് തണുപ്പൊന്നും അഫക്ട് ചെയ്യാതെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നത്. നമുക്ക് 4 ജാക്കറ്റ് ഇട്ടിട്ട് തണുപ്പ് പറ്റുന്നില്ല. പുള്ളി ജാക്കറ്റ് ഒക്കെ മാറ്റി പുള്ളിയുടെ പുറത്ത് ഈ വെള്ളം കോരി ഒഴിച്ചിട്ടാണ് പുള്ളി നിൽക്കുന്നത്. തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഇസ് ഗോണ ബി എ ബയോപിക് ഓഫ് എ മില്യൺ ഗേൾസ്. ഇവരിപ്പോൾ ജസ്റ്റ് ഒന്ന് വാഴ 3 ഉണ്ടാവും. അത് ഗേൾസിന്റെ കഥ പറയണമെന്ന് വിപിനൊരു ഐഡിയ വന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഫർദർ ഡെവലപ്മെന്റ് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഒരു ഫോർമാറ്റിൽ എൻഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ചേട്ടാ ഹാഷിർ ഇപ്പോൾ നാട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഹാഷിറിനും കൂടെ അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ അതോ 10-15 വർഷമായിട്ട് ക്യാമറയുടെ പിന്നിൽ, അത് ടെലിവിഷനിലായാലും സിനിമയിലായാലും നമ്മൾ അതിന്റെ പിന്നിൽ നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് നമ്മളുടെ ഒരു അഭിനയത്തിന്റെ ഒരുപാട് ഇതൊന്നും അവിടെ ചെയ്യേണ്ടി വന്നില്ല. കാര്യം ഒന്നാമത് ഈ ലുക്കലേക്ക് ഉണ്ട്, പിന്നെ ആ കോസ്റ്റ്യൂം, അങ്ങനത്തെ കോസ്റ്റ്യൂം ധരിക്കുന്നുണ്ട്. അപ്പം കോസ്റ്റ്യൂമർ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പെർഫെക്റ്റ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടത് നമ്മൾ ആ കോസ്റ്റ്യൂം വരുമ്പോൾ തന്നെ ക്യാരക്ടറായി. ചേട്ടാ ഈ ഇമോഷണൽ ഫേസിൽ വരണം, അങ്ങനെയൊക്കെ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതാണ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കണം, അതാണ് അഭിനയം എന്നുള്ളത് ഞാൻ പഠിച്ചപ്പോഴാണ്. പിന്നെ ഈ പറഞ്ഞത് നമുക്ക് അതിനുള്ള ലുക്കും ഇല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് ഹെയർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഹെയർ ഒക്കെ വെച്ച് നമ്മൾ അത് സ്റ്റൈൽ ചെയ്ത് അത് കളർ ചെയ്ത് അല്ലെങ്കിൽ നീട്ടി വളർത്തി പല രൂപത്തിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലുക്കൊക്കെ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ പിടിക്കാനുള്ള പരിപാടി ഇല്ല. അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അപ്പൊ എന്റെ അടുത്ത് 2-3 ചോദിച്ചു, അച്ഛൻ സിനിമയിൽ സ്ക്രീനിൽ കാണാൻ പറ്റുമോ അച്ഛനെ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കാണാൻ പറ്റും, എന്തായാലും സിനിമ കാണുമ്പോൾ മനസ്സിലാവും അച്ഛൻ എന്താ ചെയ്തിരിക്കുന്നത് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വൈഫിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് ഇങ്ങനെ ഒരു സംഭവം റോള് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ഫൈനലിൽ വരുമോന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റേജിലും പറയും, എഡിറ്റിൽ പോകുമെന്ന് അറിയില്ല. അവസാനം ഫൈനൽ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എഡിറ്റിൽ പോയിട്ടില്ല, സാധനമുണ്ട്, ഇത് ഇന്നൊരു റോളാണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ എന്റെ ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് വൈഫിനടുത്ത് എല്ലാം പറയാറുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു മറ്റൊരു ക്യാരക്ടറിന്റെ റെഫറൻസ് പോലെ സ്പൂഫ് പോലെയാണ് ആദ്യം വരുന്നത്. അപ്പൊ ആ റെഫറൻസിൽ കോമഡി വർക്ക്ഔട്ട് ആവും ചെയ്യുന്നത്. പക്ഷെ എന്റെ അടുത്ത് ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു ചേട്ടന്റെ പോർഷൻ നന്നായി വന്നിട്ടുണ്ട് എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിപ്പോ ചെയ്തതിന്റെ ഔട്ട് കണ്ടപ്പോ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനകത്തൊരു കുറച്ചൊരു നേരത്തെ ഉള്ള അത്രയും പേടി ഇപ്പൊ ഇല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ തന്നെ ഈ സിനിമ ലൈവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ ആ ക്യാരക്ടർ കൊള്ളാന്നുള്ളതുകൊണ്ടും അതിന്റെ ഒരു എഴുത്തിന്റെ ഭംഗിയൊക്കെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് ഗുഡ് മൂവി ആൻഡ് ദാറ്റ് ഗുഡ് റൈറ്റിംഗ് ആൻഡ് ഗുഡ് ഡയറക്ഷൻ, അത് കറക്റ്റായിട്ട് വന്നു. അത് എൻ്റെ ഒരു ഭാഗ്യം. ഹലോ ഗാലറി വിഷൻ വ്യൂവേഴ്സ്, നമ്മളെല്ലാം തിയേറ്ററിൽ ഒരുപാട് എൻജോയ് ചെയ്ത മൂവിയാണ് വാഴ 2. വാഴ 2ൻ്റെ മൾട്ടിപ്പിൾ സീൻസിൽ വന്ന് പിന്നെ ലാസ്റ്റ് ഒരു മാസ് ഡയലോഗ് അടിച്ച് തിയേറ്ററെ മൊത്തം ഒന്ന് ഇളക്കി മറിച്ച ഒരാളാണ് എൻ്റെ ഗസ്റ്റ്. സോ ലെറ്റ് മി വെൽക്കം കേരള സോൺ ജോണി സിൻസ്. ഹായ് സീനാജി, വെൽക്കം ടു ദി ഷോ. ഈ എങ്ങനെയുണ്ട് ഈ ഒരു ഇമീഡിയറ്റ് ഒരു ക്വിക്ക് ഫേവ് ആണല്ലോ ഇത്, അത് എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആൾക്കാർ ഇത്രയും വലിയ രീതിയിൽ സ്വീകരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. തന്ന റോള് വൃത്തിയായിട്ട് മാക്സിമം വൃത്തിയായിട്ട് ചെയ്യുക, അത് സിനിമയ്ക്ക് ദോഷം ഉണ്ടാവാതെ പോവുക എന്നുള്ളതായിരുന്നു ആഗ്രഹമായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ ഒരു തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ളൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആൾക്കാർ? തിയേറ്ററിൽ എന്നെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോഴും ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര വൃത്തിയായിട്ടില്ല അല്ലെങ്കിൽ നന്നായിട്ടില്ല എന്നാണ് എൻ്റെ ഫീലിംഗ് തോന്നാറുള്ളത്. പക്ഷെ ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്കത് ഓക്കെയാണ് എന്നറിയുന്നില്ല. ആൾക്കാർ വിളിച്ച് പറയുന്നവരും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നവരൊക്കെ നമ്മളെ പണ്ട് കൂടെ സ്കൂളിൽ പഠിച്ചവർ തൊട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ പരിചയക്കാരെല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സിനിമ കണ്ടു, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്തതല്ല, ഡയറക്ടർ ചെയ്യിപ്പിച്ചു, ഞാനത് ചെയ്തു, അത് മനോഹരമായി വന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഡയലോഗ്സ് അതെല്ലാം റൈറ്റർ അവർ എഴുതിയതാണ്, അത് അതുപോലെ പറഞ്ഞു എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ ഇത്രയും അർത്ഥവും ഡെപ്തും അതൊരു ഇമോഷണലി കണക്ട് ആവും എന്നുള്ളത് സിനിമ ഇറങ്ങിയ ശേഷമാണ്
മനസ്സിലായത്. ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടാവുക ഫ്രണ്ട്സും ഫാമിലിയും തന്നെയാണ് അല്ലേ? അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ശ്രീനാഥ്ജീനെ അറിയാവുന്നവർക്ക് അറിയാം. അതായത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 15 years ആയിട്ട് ബിഹൈൻഡ് ദ ക്യാമറ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോൾ കണ്ടപ്പോൾ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ, അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഫാമിലി മകൾക്ക് എന്താ ഞാൻ അഭിനയിക്കുന്നു എന്നേ അറിയാം, എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞു അച്ഛൻ വാഴയിൽ അഭിനയിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് 2-3 ചോദിച്ചു, അച്ഛൻ സിനിമയിൽ സ്ക്രീനിൽ കാണാൻ പറ്റുമോ അച്ഛനെ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കാണാൻ പറ്റും, എന്തായാലും സിനിമ കാണുമ്പോൾ മനസ്സിലാവും, അച്ഛൻ എന്താ ചെയ്തിരിക്കുന്നത് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ. എനിക്ക് തോന്നുന്നു വൈഫിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതാണ് ഇങ്ങനെ ഒരു സംഭവം റോള് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ഫൈനലിൽ വരുമോന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റേജിലും പറയും, എഡിറ്റിൽ പോകുമെന്ന് അറിയില്ല. അവസാനം ഫൈനൽ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എഡിറ്റിൽ പോയിട്ടില്ല, സാധനമുണ്ട്, ഇത് ഇന്നൊരു റോളാണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ എൻ്റെ ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് വൈഫിന്റെ അടുത്ത് എല്ലാം പറയാറുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു മറ്റൊരു ക്യാരക്ടറിന്റെ റെഫറൻസ് പോലെ സ്പൂഫ് പോലെയാണ് ആദ്യം വരുന്നത്. അപ്പൊ ആ റെഫറൻസിൽ കോമഡി വർക്ക്ഔട്ട് ആവും ചെയ്യുന്നത്. അപ്പൊ അത് കോമഡി വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് എനിക്കും ഉണ്ടായിരുന്നു, വൈഫിനും ഉണ്ടായിരുന്നു, ഡയറക്ടർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എൻ്റെ അടുത്ത് ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു, ചേട്ടൻ്റെ പോർഷൻ നന്നായി വന്നിട്ടുണ്ട് എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അപ്പോഴും ഈ പറഞ്ഞ ചോദിക്കും, ഞാൻ ചെയ്തത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ, ശരിയായിട്ടുണ്ടോ, അത് അത്ര നന്നായില്ലാതെ എനിക്ക് തോന്നുന്നു, അല്ല ചേട്ടൻ അത് ഓക്കെ, ചേട്ടൻ സിനിമ ഇറങ്ങിയിട്ട് നോക്കിക്കോ എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സിനിമ കണ്ട ശേഷം വൈഫിനും കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, ഫ്രണ്ട്സിനും എല്ലാവർക്കും നല്ല നന്നായി ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടോ തോന്നുന്നു, എനിക്ക് കുറച്ചൊരു നെർവസ്നെസ് ഉണ്ട് എന്നുള്ളത് എന്നെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ഡെയിലി ഉള്ള ആൾക്കാർക്കും വൈഫിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സിനും ഒക്കെ മനസ്സിലാവും. കാര്യം നമ്മൾ ആദ്യമായിട്ടാണല്ലോ സിനിമ ചെയ്യുന്നത്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ 10-15 വർഷമായിട്ട് ക്യാമറയുടെ പിന്നിൽ, അത് ടെലിവിഷനിലായാലും സിനിമയിലായാലും നമ്മൾ അതിന്റെ പിന്നിൽ നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആക്ടിങ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും മനസ്സിലായി അഭിനയം എന്ന് പറയുന്നത് എളുപ്പമായി മനസ്സിലായി, അതിന് കുറച്ച് കഴിവ് വേണം, ആ കഴിവ് എനിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് അവരുടെ കഴിവ് കൊണ്ട് അവര് എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് അവര് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്റെ ഒരു കഴിവായിട്ട് എനിക്ക് ഇപ്പോഴും അത് തോന്നിയിട്ടില്ല. ഇപ്പൊ പബ്ലിക്കിൽ ഇറങ്ങുമ്പോ ഒരു റെസ്പോൺസ് ഉണ്ടോ? എവിടെയോ കണ്ടോ? എന്താ ഒരു ഭയങ്കര ഫാസിനേഷൻ എന്താ അതില്? അല്ല, അത് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. ഒന്നാമത് ഈ വാഴ 2 ഇത്രയും വലിയൊരു ഹിറ്റ് ആയി നിൽക്കുന്ന സിനിമയുടെ പാർട്ടായിട്ട് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് മാത്രമല്ല ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ റോളിനും അതുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോ അച്ഛൻ റോളായാലും കൂട്ടുകാരൻ റോളായാലും ടീച്ചർ റോളായാലും, അതിനകത്ത് ഇപ്പം നമ്മുടെ മറ്റൊരു പ്രൊഡ്യൂസർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, ആദർശ് നാരായണൻ. അതിനകത്തൊരു സാറിന്റെ റോള് ചിഞ്ചു എന്ന് പറഞ്ഞ അപ്പൊ അതുപോലും ആരും മറക്കില്ല, ആ ഇമ്പാക്ട് ആ സീനിനുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു സിനിമ ആയതുകൊണ്ട് എന്റെ റോളിനും അതുപോലെ സ്വീകാര്യതയും ജനങ്ങൾക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു ഇതായിട്ട് വരികയും, പിന്നെ ഇത് അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ. കാര്യം ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് ആൾക്കാർക്ക് സ്ട്രൈക്ക് ആയിട്ട് എന്നെ കാണുമ്പോഴൊക്കെ ചേട്ടൻ ആരാ, ദൈവമാണെന്ന് ചോദിക്കുന്നുണ്ട് ചിലര്, ജീവിക്കേണ്ട അനിയ എന്ന് വാലോ പറഞ്ഞ് എന്നെ വിഷ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിൽ സന്തോഷം നമ്മുടെ ഡയലോഗുകൾ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി എനിക്കൊരു സന്തോഷം തോന്നുന്നത്. കാര്യം സിനിമയെ കണ്ട ഡയലോഗുകൾ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കി. അതെ അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഈ ലുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ അതിനകത്ത് പ്രസന്റ്, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലുക്ക് ലൈക്ക് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ റിസംബ്ലൻസ് ഉണ്ടെന്ന് ആദ്യം ആരാ നോട്ടീസ് ചെയ്തത്? വിപിൻ ദാസ്. ഓ ശരി, ഡയറക്ടർ പ്രൊഡ്യൂസർ തന്നെയാണ്. പുള്ളി എന്റെ കൂടെ എപ്പോഴും ഉള്ളതാണല്ലോ, എത്ര പുള്ളി ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിംഗ് വേളയിലാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ റിസംബ്ലൻസ് ഉണ്ടല്ലോ, അത് വെച്ചൊരു പരിപാടി ചെയ്താൽ എനിക്കൊരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ ആണ് ഈ ഇങ്ങനെ സംഭവം വരുന്നത് അതിനകത്ത്. അപ്പോഴും ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ അത് അപ്പൊ തോന്നിയ ഒരു സാധനമായിരിക്കാം, പിന്നെ അത് സിനിമയുടെ ഇതിലോട്ട് വരുമ്പോഴേക്കും മാറും എന്ന് വിചാരിച്ചു. പക്ഷെ ഫൈനലി ഇത് അങ്ങോട്ടേക്ക് ജോർജിയയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ജോർജിയയിൽ പോകാനുള്ള സമയമായപ്പോ എനിക്ക് മനസ്സിലായി സീരിയസ് ആണ്, നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അങ്ങനെ പോയി ചെയ്തതാണ്. ഈ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ച് ഒന്ന് ഫസ്റ്റ് ടൈം ആക്ടിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട്, ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ഉള്ള ടെൻഷൻ, അതിന്റെ ഒപ്പം ഈ ജോർജിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ സമയത്ത് തണുപ്പ് ഭയങ്കര 2 ഡിഗ്രി 3 ഡിഗ്രി തണുപ്പുള്ള സമയം. അപ്പൊ അതിന്റെ വേറെ അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ
ഇത് നമ്മളുടെ ഒരു അഭിനയത്തിന്റെ ഒരുപാട് ഇതൊന്നും അവിടെ ചെയ്യേണ്ടി വന്നില്ല. കാര്യം ഒന്നാമത് ഈ ലുക്കലേക്ക് ഉണ്ട്, പിന്നെ ആ കോസ്റ്റ്യൂം അങ്ങനത്തെ കോസ്റ്റ്യൂം ധരിക്കുന്നുണ്ട്. അപ്പം കോസ്റ്റ്യൂമർ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പെർഫെക്റ്റ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടത് നമ്മൾ ആ കോസ്റ്റ്യൂം വരുമ്പോൾ തന്നെ ക്യാരക്ടറായി. അപ്പൊ അതിന്റെ ഒരു ഗുണം അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ആകപ്പെട്ട ഒരു കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നത് ആ ലാസ്റ്റ് സൈക്കിളിൽ വരുന്ന സീനാണ്. എനിക്ക് കുറച്ച് ചെയ്യേണ്ടി, അതാണ് അതിന്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സീൻ അതാണ്. അത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പറ്റില്ല. ഡയറക്ടറിന്റെ അടുത്ത് ഈ ചേട്ടാ ഈ ഇമോഷൻ ഫേസിൽ വരണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓ ഇതാണ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കണം, അതാണ് അഭിനയം എന്നുള്ളത് എനിക്ക് ഞാൻ പഠിച്ചത് അപ്പോഴാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കൂടെ അഭിനയിച്ച അലൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലൻ ഈ പറഞ്ഞ ചീഫ് അസോസിയേറ്റ് ഒക്കെ ചേട്ടാ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അലനും ഈ ചീഫ് അസോസിയേറ്റും ഡയറക്ടറോടൊപ്പം തന്നെ അവർ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ടീം, ഡയറക്ഷൻ ടീം എല്ലാം അടിപൊളിയായിരുന്നു. നമ്മള് ഫ്രണ്ട്സ് ഓൾറെഡി നമ്മൾ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നതാണല്ലോ, അപ്പൊ അവരെയൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ടി വന്നില്ല. എന്നാലും അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടായി മാറുമോ എന്ന ടെൻഷൻ ഉണ്ട്, ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അത് അവർ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാതെ അവർ ചെയ്യിപ്പിച്ചെടുത്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു ഇനീഷ്യലി സപ്പോർട്ട്, ഇപ്പൊ ചേട്ടൻ എനിക്ക് തോന്നുന്നത് ആദ്യം പറഞ്ഞു ഞാനിത് ചെയ്യണോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, അവരുടെ സപ്പോർട്ട് എൻ്റെ അടുത്ത് ചേട്ടാ ഒന്നും ചെയ്യണം, ചേട്ടൻ വന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോ അവിടെ പോയിട്ട് തലേദിവസം ആയാലും ഷൂട്ടിന് തലേദിവസം ആയാലും ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഉറപ്പാണോ നിങ്ങൾക്ക് അവിടെ നിന്ന് വേറൊരു ബാക്കപ്പ് ആളെ നോക്കണോ. എനിക്കൊരു ടെൻഷൻ, നമ്മൾക്ക് ഇത്രയും ബുദ്ധിമുട്ടി അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. നമ്മളും പ്രൊഫഷനിൽ നിൽക്കില്ല, അപ്പൊ അറിയാം. അപ്പൊ എന്നെ ഒരു റിഹേഴ്സൽ പോലും നാട്ടിൽ വെച്ച് എടുത്ത് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ വരുന്നല്ലോ. അപ്പൊ അവർക്ക് അതിനകത്തൊരു ഭയങ്കര കോൺഫിഡൻസ് ഡയറക്ടർക്കും ടീമിനും ഉണ്ടായിരുന്നു. അപ്പൊ ആ കോൺഫിഡൻസിന്റെ പുറത്ത് ഞാനും അങ്ങനെ നിന്നു. ഞാനും അവിടെ ലൊക്കേഷനിൽ പോയി നിൽക്കുന്നു, അവർ പറഞ്ഞു തരുന്നത് അതേപടി ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബിഹൈൻഡ് ദ ക്യാമറ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ചേട്ടൻ എനിക്ക് TV സാറ്റലൈറ്റ് ടൈം മുതൽ അറിയാം. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒക്കെ ഒന്ന് അഭിനയിക്കണം അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഏതോ ഇന്റർവ്യൂവിൽ ആരോ ഏതോ ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ എല്ലാവരുടെ ഉള്ളിൽ ഒരു അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? അങ്ങനത്തെ ഒരു ആഗ്രഹം അല്ലാതെ എനിക്ക് ഒന്നാമത് നമുക്ക് പേടിയാണ് ഭയങ്കര. പിന്നെ ഞാൻ കുറച്ച് അങ്ങനെ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റൊരു നാടകങ്ങളിലോ അങ്ങനത്തെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അത് നമുക്ക് അറിയില്ല എന്നുള്ള ധാരണയിലാണ് അന്ന് ഇന്നും ഇരിക്കുന്നത്. ഈ പരിപാടി നമുക്ക് അറിയില്ല, ചെയ്യാൻ അറിയില്ല. പൊതുവെ ഞാൻ കുറച്ച് സ്റ്റിഫ് പേഴ്സൺ ആണെന്ന് എല്ലാവരും ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഭയങ്കര ജോവിയലല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഭിനയം എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും വേണമല്ലോ. അപ്പോൾ അതില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ പറഞ്ഞത് നമുക്ക് അതിനുള്ള ലുക്കും ഇല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് ഹെയർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഹെയർ ഒക്കെ വെച്ച് നമ്മൾ അത് സ്റ്റൈൽ ചെയ്ത് അത് കളർ ചെയ്ത് അല്ലെങ്കിൽ നീട്ടി വളർത്തി പല രൂപത്തിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലുക്കൊക്കെ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ പിടിക്കാനുള്ള പരിപാടി ഇല്ല. അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. എന്റെ ആഗ്രഹം മുഴുവൻ ഈ എപ്പോഴും നല്ല സിനിമയുടെ ഭാഗമാക്കാൻ പറ്റുക, അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. സിനിമ കുറച്ചുകൂടെ പഠിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ജോലി വിട്ടിട്ട് ഞാൻ ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പടത്തിലെ ഡയലോഗുമായിട്ട് ചേട്ടന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ, ഒരു പോയിന്റിൽ. ബിക്കോസ് മൾട്ടിപ്പിൾ ജോലികൾ ചെയ്ത ഒരാൾ തന്നെയാണ്. അതായത് എന്റർടൈൻമെന്റ് ഫീൽഡിൽ തന്നെയാണ്, പക്ഷെ അതിൽ തന്നെ മൾട്ടിപ്പിൾ ജോബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ സ്റ്റാർട്ടിംഗ് കരിയർ ഇപ്പം ഞാൻ ബിടെക് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ജോബ് എനിക്ക് തോന്നുന്നു മറ്റേ ഡാറ്റ എൻട്രി പോലത്തെ ഒരു ജോബാണ് ചെയ്തിരുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയിൽ തന്നെയാണ്. അപ്പം ഒരു US ബേസ്ഡ് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി, അത് സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വേണ്ടി ഒരു ഓൺ സൈറ്റ് ഡെവലപ്മെന്റ് പരിപാടി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു ചാനലിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഞാൻ ട്രാൻസ്മിഷൻ സെക്ഷനിൽ ടെക്നിക്കൽ സൈഡിലാണ് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ തന്നെ ഒരു ന്യൂസ് പോർട്ടൽ സൈറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം പ്രൊഡക്ഷൻ, ഡയറക്ഷൻ, ചാനൽ ഡയറക്ഷൻ, പിന്നെ വേറെ ഇന്ത്യ വിഷൻ അല്ലെങ്കിൽ കപ്പ, അങ്ങനെ കുറെ ചാനലിന്റെ ഡയറക്ഷൻ, പ്രോഗ്രാം ഡയറക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഫിലിമിൽ കുറച്ച് നാൾ 2014 മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഞ്ജലി മേനന്റെ കൂടെ ബാംഗ്ലൂർ ഡേയ്സ്, അമലേട്ടൻ്റെ കൂടെ യോബിന്റെ പുസ്തകം, അങ്ങനെ കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ബാക്ക് ടു ഒരു കോർപ്പറേറ്റ് ചാനൽ, അത് അപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് പോയത്. ഇനിയും ചാനലിലുള്ളത് നമ്മൾ അത്രയും നാൾ വർക്ക് ചെയ്ത ചാനലിനേക്കാളും കുറച്ചൊരു ഒരു കോർപ്പറേറ്റ് ചാനലിൽ വർക്ക് ചെയ്യണം, അതിന്റെ കുറിച്ച് പഠിക്കണം എന്ന് കരുതി അതിൽ പോയി ജോയിൻ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം വീണ്ടും സിനിമ കുറച്ചുകൂടെ പഠിക്കാം എന്ന് കരുതിയിട്ട് സിനിമയിലോട്ട് വരുന്നത്. പിന്നെ വിപിൻ ദാസ് വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അപ്പം പുള്ളിയും ഞാനും കൂടെ എപ്പോഴെങ്കിലും ഒരുമിച്ച് സിനിമ ചെയ്യണമെന്ന് പണ്ട് തൊട്ടേ ആഗ്രഹിച്ചിരുന്നു. അത് അന്ന് പണ്ട് നടന്നില്ല, ഇപ്പൊ അത് നടന്നു. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ എല്ലാ നമ്മുടെ കമ്പനിയുടെ പേര് WBTS. അപ്പൊ അതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടാണ് ചേട്ടൻ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു WBTSന്റെ പടങ്ങളിൽ നോക്കുകയാണെങ്കിൽ വാഴ, വ്യസനസമേതം, വാഴ 2, ഇനി വാഴ 3.
വാഴ 3 ഉണ്ടാവും. പിന്നെ അതിന് ഇടയിൽ ഒരു പ്രൊഡക്ഷൻ കൂടെ നോക്കുന്നുണ്ട്. വാഴ 3 എന്തായാലും ഇപ്പോഴും ഉണ്ടാവില്ല, അതിന് സമയം എടുക്കും, അത് നെക്സ്റ്റ് ഇയർ ഒക്കെ ആവും. ഓക്കെ. അപ്പൊ ഇച്ചിരി ഈ ഒരു ടീമിന്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം പണ്ടൊക്കെ ഇപ്പം നമുക്കൊരു ആക്ടർ ആവണമെങ്കിൽ മീൻസ് ഐദർ ഇറ്റ് ഇസ് നമുക്ക് ഓഡിഷൻ ആണ്, ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുക, ഇങ്ങനെ പല പരിപാടികളിലൂടെയാണ് നമ്മൾ അവരിലേക്ക് എത്തുക. പക്ഷെ ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ചൂസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ബിക്കോസ് അവർ പെർഫോം ചെയ്തിട്ടുള്ള അവരുടെ എന്താണോ അവരുടെ എലമെന്റ്സ് ഓൾറെഡി ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്താൽ മതി നമ്മൾക്ക് സൂട്ട് ആവുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ അത് ചേട്ടൻ അതിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണോ രാദർ ദാൻ ഒരു ഓഡിഷനിൽ കൂടെ പോകുന്നതിലും? അല്ല, ഇവിടെ ഓഡിഷൻ എടുക്കാറുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ വാഴ 1 ചെയ്തപ്പോഴാണ് വിപിൻ അങ്ങനെ ഒരു ചൂസ് നടത്തിയിരിക്കുന്നത്, അങ്ങനെ ആൾക്കാർ. പക്ഷെ അതും വിപിൻ ഒരുപാട് വാച്ച് ചെയ്ത് കണ്ട് മനസ്സിലാക്കി അത് സിനിമയ്ക്ക് ഓക്കെ ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരുപാട് റീൽസ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവണം. ഉണ്ടായിട്ട് പിന്നെ വീണ്ടും വന്ന് അവരെ എനിക്ക് തോന്നുന്നു അവർ ആക്ട് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. അവർ ഫസ്റ്റ് ടൈം ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഷൂട്ട്, സെക്കൻഡ് ഡേ ഷൂട്ടിലൊക്കെ അവരുടെ ഇത് നോക്കിയിട്ട് അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു അതിന് ഒരു പോംവഴി ഉണ്ടാക്കും. അല്ലാതെ അങ്ങനെ ഒരു ഫോൾട്ടി വെച്ച് ചെയ്യാറുണ്ടാവില്ല. അപ്പോ പണ്ട് മാധ്യമങ്ങളുണ്ടായിരുന്നു, പണ്ട് ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ടെലിവിഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ആൾക്കാരെ ചൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ആണ് ഇതിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്നും കൂടെ ആൾക്കാരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മൾ ഓഡിഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സന്തോഷ് ട്രോഫി മൂവിക്കകത്ത് ഒരു 60ഓളം ആൾക്കാരെ പുതുമുഖങ്ങളെ ഓഡിഷൻ വഴിയാണ് എടുത്തിരിക്കുന്നത്. ഈ സിനിമയ്ക്കകത്തും വാഴ 2-ലും ഓഡിഷൻ വെച്ചിട്ട് ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഈ എടുത്ത ആൾക്കാരെ തന്നെ പിന്നെ ആക്ടിങ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഈ ജോർജിയയിലേക്കുള്ള ഒരു ഷിഫ്റ്റിനെ കുറിച്ച് ഒന്ന് പറയാം. അതായത് ഇത്രയും വലിയൊരു ടീം, എനിക്ക് തോന്നുന്നത് അതിലിപ്പം ആക്ച്വലി ഹാഷിറും ബാക്കി ടീമും ട്രാവൽ ചെയ്യേണ്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഹോൾ ടീം തന്നെയാണ് ട്രാവൽ ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ കേട്ടത്. അപ്പോൾ ഇവര് അവിടെ നമ്മളുടെ പ്രൊഡക്ഷൻ സൈഡിലും ഹെൽപ്പ് ചെയ്യുന്ന കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജോർജിയ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ്? പിന്നെ അവിടെ തന്നെ ലൊക്കേഷൻ അതിപ്പോ UK ആണ് കഥയിലുള്ളത്. UK പോയി ഷൂട്ട് ചെയ്യുന്നതിന്റെ എക്സ്പെൻസ് പൗണ്ടാണ്, ഡബിൾ ആണ് റേറ്റ്. അതെ, ഒന്നാമത്തെ നമ്മൾ ഈ ഫിലിം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഹയർ ബഡ്ജറ്റിലോട്ട് പോയി. പല ഒന്നാമത് നമ്പർ ഓഫ് ഷൂട്ട് ഡേയ്സ് കൂടുതലായിരുന്നു, പിന്നെ കാലാവസ്ഥ മഴ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും അതിനകത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്, നമുക്ക് UK പോയി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട്, നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഒരുപാട് എക്സ്റ്റീരിയർ സീൻസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ അവിടെ അത്രയും പോസിബിൾ ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ എനിവേ ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് പോയി ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ജോർജിയ ആയിരിക്കും കുറച്ചുകൂടെ ഫീസിബിൾ എന്ന് നോക്കിയിട്ട് വിപിൻ അവിടെ പോയി ലൊക്കേഷനൊക്കെ നോക്കി. അപ്പം അതിനുള്ള ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് ദെൻ നമ്മൾ അടുത്ത ഷൂട്ട് കഴിഞ്ഞ ഇവിടുത്തെ ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ജോർജിയയിലോട്ട് പോയത്. അപ്പം ജോർജിയയിൽ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്ച്വലി എനിക്കൊന്ന് അജിൻ ആക്ച്വലി അപ്പോഴും ദുബായിലുണ്ട്, ഈ ദുബായ് ഷൂട്ട് സീൻ ദുബായിലുണ്ട്. അപ്പൊ അവിടെ നിന്ന് അജിൻ അങ്ങോട്ട് വന്നു, അലനും വിനായകും എന്നെ നമ്മളിവിടെ ജോർജിയയിലോട്ട് വന്നു. പിന്നെ ഉള്ളത് ഹാഷിറാണ് ഉള്ളത്. ഹാഷിർ നമ്മളിവിടെ ഒരുമിച്ച് പോയായിരുന്നു. നമ്മൾ എന്തായാലും അവർ 3 പേരിൽ ഹാഷിറോട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയി. അപ്പോഴാണ് ഞാനും ഈ ഹാഷിറും ഇവരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആവുന്നത്. അതിന് പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്ന കാരണം ഓക്കെ ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ബോണ്ടിങ് ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയായി. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ട്രാവൽ ചെയ്തു, അവിടെ പോയി. പിന്നെ അവിടെ ഞങ്ങൾ കറങ്ങാൻ പോകുന്നതും രാത്രി നൈറ്റ് വർക്ക് പോകുന്നതും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഞാൻ വിനായകന്റെ റൂമിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അവരുമായിട്ടൊരു ബോണ്ടിങ് ആയി. അത് എനിക്ക് പറഞ്ഞ ഈ സീൻ അഭിനയിക്കാൻ ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ലെ അപ്പോഴേ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ആ ടെൻഷൻ, കൂടെ നിൽക്കുന്ന ആക്ടറിന്റെ ടെൻഷൻ എനിക്ക് ഇല്ലാതെ. അപ്പൊ കാര്യം പുള്ളി അപ്പോഴേക്കും നല്ല കമ്പനി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര അടിപൊളി രസകരമായിട്ടുള്ള പരിപാടിയായിരുന്നു ജോർജിയയിൽ നമ്മൾ ചെയ്തത്. എല്ലാവരും അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും, മാഷറായാലും ശരി ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. കാര്യം അവിടെ നമുക്ക് നിശ്ചിത ടൈമിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർക്കണം. നമ്മൾ ലിമിറ്റഡ് ക്രൂ ആണ് കൊണ്ടുപോയത്. പിന്നെ ഈ മൂവിയുടെ പ്രത്യേകത ഇത് എല്ലാവരും ഫുൾ ടീം വർക്കാണ്. ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയോ ഞാൻ ഇതേ ചെയ്യുള്ളൂ അതേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നല്ല ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, ഭയങ്കര ബോണ്ടിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടത്. പുള്ളി അങ്ങനെയാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ ഷൂട്ട്? അവിടെ ഒരു 11 ദിവസം. നവംബറിലായിരുന്നു ലാസ്റ്റ് നവംബറിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര തണുപ്പുള്ള ഒരു ടൈം. നവംബർ ഡിസംബർ അവിടെ തണുപ്പുള്ള സമയമാണ്. അപ്പൊ നവംബറിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഈ എന്റെ ഈ സീൻ സൈക്കിളിൽ വരുന്ന സീൻ എടുക്കുന്നത് നമ്മളിവിടുത്തെ ഒരു മൂന്നാർ പോലെയുള്ള ഒരു ഹില്ലി ഏരിയയിലാണ് അവിടെ അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി ഒരു -2 ഡിഗ്രി ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പം നമുക്ക് ബുദ്ധിമുട്ട്, ഈ സൈക്കിളിൽ കമ്പിയിൽ പിടിക്കുമ്പോൾ തന്നെ കൈ ഫ്രീസ് ആവും. അപ്പൊ അങ്ങനത്തെ തണുപ്പിൽ ആണ് ചവിട്ടി വന്നിട്ട് ഇത് ചെയ്യാൻ.
അപ്പൊ അത് ഭയങ്കര രസകരമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഒരു സമയമായപ്പോഴേക്കും ഫുൾ കോട ഇറങ്ങിയിട്ട് നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളും തന്നെ കാണാൻ പറ്റുന്ന അവസ്ഥയിൽ ഇത് വരുന്നു. പിന്നെ അത് ഷൂട്ട് ബ്രേക്ക് ആവുന്നു, പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓരോ ടെന്റിലും 2-3 ഹീറ്റർ വെച്ച് എനിക്കാണെങ്കിൽ തണുപ്പ് ഒട്ടും പറ്റില്ല. ഇതിനകത്ത് അലൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു. അലനാണ് തണുപ്പൊന്നും അഫക്ട് ചെയ്യാതെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ. പക്ഷെ നമ്മൾ അതിന്റെ അടുത്ത സീനിൽ കണ്ടറിയാം ഒരു ബോക്സിൽ ഇങ്ങനെ ഫയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഷോട്ട് ഇതൊന്നും ഡയലോഗ് പറയും, പിന്നെ പെട്ടെന്ന് അവിടെ പോയി കൈ അതിന്റെ പുറത്ത് പോയി ചൂടാക്കിക്കൊണ്ടിരിക്കും, പിന്നെ തിരിച്ചു വരാം. അങ്ങനെയൊക്കെയാണ് കുറച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അഭിനയിക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു ചാലഞ്ച് കൂടെ, ഈ ക്ലൈമറ്റ് ചാലഞ്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അഭിനയിക്കാൻ. അത് എന്നെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അലനുണ്ടായിരുന്നു. അലന് അതുകൊണ്ട് അത് പിന്നെ ഫസ്റ്റ് സീനിൽ അലന് ദേഹത്ത് മുഴുവൻ വെള്ളം കോരി ഒഴിക്കണം, മറ്റേ പൈപ്പ് പൊട്ടിട്ട് വെള്ളം. ഒന്നാമത് നമുക്ക് 4 ജാക്കറ്റ് ഇട്ടിട്ട് തണുപ്പ് പറ്റുന്നില്ല. പുള്ളി ജാക്കറ്റ് ഒക്കെ മാറ്റി പുള്ളിയുടെ പുറത്ത് ഈ വെള്ളം കോരി ഒഴിച്ചിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷെ അതെല്ലാം ഒരു ടീം വർക്ക് ആയിരുന്നു, നല്ല രസകരമായിട്ട് ചെയ്തു. അവിടുത്തെ ആക്ടേഴ്സിനെ എങ്ങനെയാ സോർട്ട് ചെയ്തത്? ബിക്കോസ് അവിടെ ഇപ്പം ആ ഒരു ഓൾഡ് ഏജ് ഹോം നോക്കാൻ വരുന്ന 2 പേരുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഹോസ്റ്റ് ടേബിളിലുള്ളവരുണ്ട്. അവിടുത്തെ പ്രൊഡക്ഷൻ ടീം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ലൈൻ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ്, അവരുടെ ക്രൂവും കൂടെ ചേർന്നാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവരോട് നമ്മൾ റിക്വയർമെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ട 1-2 ആക്ടേഴ്സ് വേണം എന്നുള്ളത്. അതിനകത്ത് ഏജ് വെച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവർ എത്തിത്തന്നിട്ട് അവിടെ കൊണ്ട് ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ചേട്ടാ, ഇതിപ്പം ഇത് കഴിഞ്ഞ് ഇപ്പം നമ്മളുടെ ഇപ്പൊ അതിലിപ്പം 3 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതായത് പ്ലംബറായിട്ട് വരുന്നുണ്ട്, കട്ട് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് എല്ലാവർക്കും അവിടെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നത് സ്പെഷ്യലി പുറത്തുള്ളവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നായിരിക്കും. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്ത് പറയല്ലോ, ചേട്ടാ ഇത് ഞങ്ങളിങ്ങനെ എല്ലാം കിട്ടുന്ന പരിപാടികളൊക്കെ ചെയ്താണ് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അവിടെയുള്ള കുട്ടികളെ പരിചയപ്പെട്ടു. മീൻസ് ഇപ്പൊ ജോർജിയ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മലയാളികൾ കുറെ ഉള്ള ഒരു ഏരിയ. കുറെ കുട്ടികളെ പരിചയപ്പെട്ടായിരുന്നു. നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ പലരും വന്നിട്ടുണ്ട്. കാര്യം അവിടെ പഠിക്കാൻ വന്നിട്ട് അവർ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു. ചില ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ അവിടെ കാണാറുണ്ട്. ചില മലയാളീസ് കുട്ടികളൊക്കെ കാണാറുണ്ട്. അതെല്ലാം അവരെല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതാണ് ഏറ്റവും നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ സുഖമായത്. കാര്യം അവിടെയുള്ള കുട്ടികളെല്ലാവരും, മലയാളികളെല്ലാവരും, നമ്മൾ കണ്ടവരെല്ലാവരും നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ട്. കാര്യം നമ്മളുടെ വാഴ 1 പലരും കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അവരെല്ലാം പറഞ്ഞാ വിട്ടത് വാഴ 2 ജോർജിയയിൽ റിലീസ് ചെയ്യാൻ ചേട്ടാ, മറക്കരുത് എന്ന് പറഞ്ഞാണ് അവിടെ നമ്മൾ വിട്ടത്. അതെ. ചേട്ടാ, അതില് വേറൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളത്, അതായത് ചേട്ടൻ കൊണ്ടേ മരുന്ന് കൊടുക്കുന്നത് കണ്ടു, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന്, ആ മരുന്ന് അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ളത് അത് കാണിച്ചിട്ടില്ല. അത് പ്രേക്ഷകർക്ക് എങ്ങനെ ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ഫോൺ ചെയ്തതിന് ശേഷം പോയിട്ടുണ്ടാവും. നമ്മൾ അത് കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ആയിരിക്കുമല്ലോ അവർ പിന്നെ ഫോൺ കോളിൽ എല്ലാം ഓക്കെ ആയിട്ട് അവര് അയാളുടെ അസുഖം മാറി മറ്റേ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനുള്ള ഫോൺ കോൾ നടക്കുന്നത്. അപ്പൊ നമ്മള് അതിനുശേഷം പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു ഇതിലാണ് വിട്ടിരിക്കുന്നത്. ഓക്കെ. ഇതിലിപ്പോ 2 ടൈപ്പിലാണ് ഇപ്പം റെസ്പോൺസുകൾ നമ്മൾ ഓൺലൈനിൽ നമ്മൾ കണ്ടത്. ഒന്ന്, അതായത് വളരെ ഇമോഷണൽ ആയിട്ട്, അതായത് എല്ലാ പണിയും ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്നും, വേറൊന്ന് അതായത് അതിന്റെ ഒരു വേറൊരു സൈഡ് ഉണ്ടല്ലോ, അതായത് ജോണി സീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളി ഒരു വലിയ പോൺ സ്റ്റാർ ആണ്. അപ്പൊ പുള്ളി അങ്ങനെ ഒരു റെഫറൻസ്. അപ്പൊ ഇത് 2 ആണ്. അപ്പൊ ഇതിനൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അത് ചിലർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ചിലർ, അതായത് സ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് ജോണി സീൻസിനെ അറിയായിരിക്കും. അവര് തിയേറ്ററിൽ ഇരുന്ന് ഭയങ്കര ചിരി. അപ്പൊ ഇത് അറിയാത്ത ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇത് എങ്ങനെ കണക്ട് ആയി എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അതിന്റെ റീസൺ അത് തന്നെ ഉണ്ടല്ലോ. നമ്മളിപ്പം ഇയാളെ ഈ ഒരു ആളായിട്ടല്ല വെച്ചിരിക്കുന്നത്. കാണുന്നവന് അങ്ങനെ തോന്നാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ ക്യാരക്ടറിന്റെ ഒരു നെയിം അതിനകത്ത് വെക്കുന്നില്ല, വിളിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മള് ഒരു 3ാമത്തെ സീനിൽ പറയുന്നുണ്ട് മലയാളിയാണെന്ന് ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ മതി മോനെ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളുടെ ആ സാധനം കട്ടായി. അങ്ങനെ ഒരാളല്ല അത്. അലന്റെ ക്യാരക്ടറിന് തോന്നണം ഇത് അയാളാണ്. കാണുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു കോമഡിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ. അപ്പൊ പക്ഷെ എന്റെ ഇതില് പിന്നെ ഇപ്പൊ ഡയലോഗ് കൂടെ വരുമ്പോഴേക്കും ഇത് നമ്മൾ പറഞ്ഞ പോലെ ഈ യുകെയിലല്ല, ഏത് രാജ്യത്തായാലും അല്ലെങ്കിൽ ഏത് സ്ഥലത്തായാലും ഇതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് പല ജോലികൾ ചെയ്യുന്ന ജീവിതം ഇങ്ങനെയാണെന്ന് ആ ചെറിയ പയ്യന് പറഞ്ഞു കൊടുക്കുവാണ്. അതാണ് അനിയാന്ന് വിളിക്കുന്നത്. അപ്പോ അങ്ങനെ മനസ്സിലാക്കിയാൽ അത് ഓക്കെയാണ്. അതുകൊണ്ടാണ് അത് വർക്ക് ആയത്. അറിയാത്തവർക്കും ഇത് കണക്ട് ആവും. കറക്റ്റ്. അപ്പൊ എന്നോട് നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്ന കുറെ ആന്റിമാര് അല്ലെങ്കിൽ അമ്മമാര്, അവരൊക്കെ നമ്മളടുത്ത് പറയുന്നത്, അവർ വിചാരിക്കുന്നത് ദൈവത്തെ പോലെ വന്നിട്ട് ഒരു അപ്പിയറൻസ് വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോയി എന്ന രീതിയിൽ ഒരു റിയലൈസേഷൻ കൊടുത്തിട്ട് പോയി എന്ന് കാണുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ യുകെയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പം അതാണ് ശരിക്കും ബേസ്, കോർ അതാണ്. അതിന്റെ അതൊരു ഫൺ
ആക്കാൻ വേണ്ടി ഒരു റെഫറൻസ് കൊടുത്തു. ഞാൻ ആ കോസ്റ്റ്യൂമിൽ വന്നു എന്നേ ഉള്ളൂ. ചേട്ടാ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഓബിയസ്ലി അത് ആക്ട് ചെയ്തു, പരിപാടികൾ അങ്ങനെ സെറ്റ് ആക്കി. അതിനുശേഷം ഇതിന്റെ ഡബിലേക്ക് വന്നപ്പോ എന്തായിരുന്നു ഒരവസ്ഥ? അല്ല, ഇതിന്റെ ഡബിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡബിങ് പരിപാടി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡബിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സമയം വെച്ച് ബുദ്ധിമുട്ടി ഇതൊന്ന് പിക്കപ്പ് ചെയ്ത് വരാനിത് എന്താ ഈ സ്ക്രീൻ നോക്കി ഡബ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരു ദിവസം തന്നെയാണ് ഇതെല്ലാം, കാരണം അവിടെ എനിക്ക് 3-4 ഡയലോഗ്സ് ഉള്ളൂ, അപ്പോൾ അത് ചെയ്തു. പക്ഷേ ഈ ലാസ്റ്റ് ഡയലോഗ് ആയിരുന്നു കുറച്ച് ക്രൂഷ്യൽ, ഇമോഷണൽ പോർഷൻ. അപ്പോൾ അത് മാത്രം എനിക്കൊന്നും ഒരു കറക്ഷൻ പറഞ്ഞിട്ട് വിപിനും സബിനും ഒക്കെ കറക്ഷൻ പറഞ്ഞിട്ട് രണ്ടാമത് പോയി ഒന്നുകൂടെ ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് രണ്ടാമത് ചെയ്തപ്പോഴാണ് അത് കുറച്ച് ഓക്കെ ആയത്. കാര്യം അപ്പോഴേക്കും എനിക്ക് ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലായി തുടങ്ങി, ഇങ്ങനെയാണ് ഇത് പരിപാടി എങ്ങനെ മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. അത് ഇത് ഭയങ്കര പണിയുള്ള പ്രയാസമുള്ള പണിയാണ്. അല്ല, ഇനിയിപ്പോ വിപിൻ ചേട്ടൻ നെക്സ്റ്റ് പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ ചെയ്യാൻ റെഡിയാണോ? അല്ല, വിപിൻ പറഞ്ഞ ചിലപ്പോൾ ചെയ്യാൻ റെഡിയാവും. കാര്യം ഇപ്പൊ അവരെ നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കുക, കണ്ടിട്ടായിരിക്കുമല്ലോ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംഭവം. അപ്പൊ നമ്മളെ ഒരു നേച്ചറും അല്ലെങ്കിൽ വേ ഓഫ് ബിഹേവിംഗ് ഒക്കെ അവർക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും അവരിപ്പോ ഇതിനകത്തും വിളിച്ചത്. അപ്പൊ എന്റെ ധാരണ നീ ജസ്റ്റ് പോയി ചെയ്താൽ മതി, ബാക്കി നമ്മൾ നോക്കിക്കോളാം എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ മാനറിസംസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർക്ക് ഓക്കെ ആയിരിക്കും. അതെ. അപ്പം വിപിനോ, ഞാൻ മുന്നേ പറഞ്ഞു, വിപിനോ സബിനോ ഒക്കെ പറഞ്ഞാൽ ചെയ്യാം. പക്ഷെ വേറൊരാളൊന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും അഭിനയം അറിയില്ല. ഞാൻ ചോദിക്കാൻ പോരെ, ഇതൊരു സൈഡ് കരിയർ ആയിട്ട് ചേട്ടൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം? അങ്ങനെ ഞാനിപ്പോ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ആരെയും കണ്ടിട്ട് ഇത് അവന്റെ അഭിനയം കൊള്ളാലോ എന്ന് കരുതിയൊക്കെ തെറ്റിദ്ധരിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ചേട്ടാ എനിക്ക് അഭിനയം അത്ര അറിയില്ല, നിങ്ങള് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, അത് ഓക്കെ ആണെങ്കിൽ ഞാൻ വന്ന് ചെയ്ത് നോക്കാം എന്നുള്ള. പക്ഷേ ഒരു എക്സ്പീരിയൻസ്, ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇത്രയും വലിയ? അതെ, കാര്യം ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിപ്പോ ചെയ്തതിന്റെ ഔട്ട് കണ്ടപ്പോ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പൊ അതിനകത്തുള്ള ഒരു കുറച്ചൊരു നേരത്തെ ഉള്ള അത്രയും പേടി ഇപ്പൊ ഇല്ല. മറ്റേത് അഭിനയം എന്ന് പറഞ്ഞാൽ ഓടിക്കളയായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒരു പേടിയില്ല. നമുക്ക് അത്യാവശ്യം അല്ല, ഇത് ഓക്കെ, ഇത് നമ്മുടെ മാത്രം എഫേർട്ട് അല്ല, അവരുടെയും കൂടെ എഫേർട്ടാണ്. അപ്പം ഇതൊരു മ്യൂച്വൽ ആയിട്ടാണ് നടക്കുന്നതെന്ന് കൂടെ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ തന്നെ ഈ സിനിമ ലൈവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ ആ ക്യാരക്ടർ കൊള്ളാന്നുള്ളതുകൊണ്ടും അതിന്റെ ഒരു എഴുത്തിന്റെ ഭംഗിയൊക്കെ കൊണ്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് ഗുഡ് മൂവി ആൻഡ് ദാറ്റ് ഗുഡ് റൈറ്റിംഗ് ആൻഡ് ഗുഡ് ഡയറക്ഷൻ. അത് കറക്റ്റായിട്ട് വന്നു, അത് എൻ്റെ ഒരു ഭാഗ്യം. ഓക്കെ, അതെനിക്ക് ഭയങ്കര ഹംബിൾ ആകുവാന്ന് തോന്നുന്നു. ബിക്കോസ് എന്തായാലും അത് വന്ന് പെർഫോം ചെയ്യേണ്ടി വന്നല്ലോ, അത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ അത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ എന്റെ ഒരു ഭയങ്കരമായിട്ടൊരു അഭിനയ കഴിവ് കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നതില്ല. അങ്ങനെ വിചാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പൊ ചേട്ടാ, ഇപ്പൊ തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ഇസ് ഗോണ ബി എ ബയോപിക് ഓഫ് എ മില്യൺ ഗേൾസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസും എന്തൊക്കെയാണ് ഡിസ്കഷൻസ്? അത് ഒരു ഐഡിയയും ഇല്ല. കാര്യം ഇപ്പോ ഇവരിപ്പോ ജസ്റ്റ് ഒന്ന് വാഴ 3 ഉണ്ടാവും, അത് ഗേൾസിന്റെ കഥ പറയണം എന്ന് വിപിനൊരു ഐഡിയ വന്നതേ ഉള്ളൂ. അപ്പൊ അത് ഫർദർ ഡെവലപ്മെന്റ് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് ഇനി ഫുൾ കഥ ഉണ്ടാവണം, അതിന്റെ സ്ക്രിപ്റ്റിലോട്ട് വരണം. സ്ക്രിപ്റ്റ് വന്നാൽ തന്നെ ഒരുപാട് കറക്ഷൻസും ഒക്കെ ഉണ്ടാവും, അവരുടെ സ്റ്റൈൽ ഓഫ് വർക്ക് അങ്ങനെയാണ്. അപ്പൊ അതൊരു ഫോർമാറ്റിൽ എൻഡായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ ചേട്ടാ, ഹാഷിർ ഇപ്പോൾ നാട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഹാഷിറിനും കൂടെ അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഫ്യൂച്ചറിൽ ഉണ്ടാവോ, അതോ 3ൽ നമ്മള് ഒരു ഐഡിയ ഇല്ല അതിനെ കുറിച്ച് ഡിസ്കഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ ചേട്ടാ, ഇനി നെക്സ്റ്റ് പ്രോജക്ട് എന്തായിരിക്കും WBTSന്റെ നെക്സ്റ്റ് ഒരു പ്രോജക്ട് നമ്മളൊരു പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ട്. നമ്മുടെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ഒരു പയ്യൻ കൂടെയുള്ള ഒരാളുണ്ട്. പുള്ളിയുടെ തന്നെ റൈറ്റർ ഡയറക്ടർ പുള്ളി തന്നെയാണ്. പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് സിനിമയാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അതിന്റെ ഒരു ഓട്ടം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആണ് നെക്സ്റ്റ് പ്രൊഡക്ഷനായിട്ട് WBTSന്റെ ഉണ്ടാവുക. അതാണ് മെയിൻ സാധനം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ ബിഫോർ വി വൈൻഡ് അപ്പ് ഞാൻ ചോദിക്കണം. അപ്പൊ ചേട്ടൻ ഇതൊരു കരിയറായിട്ട് എടുക്കാൻ ഒരു തീരുമാനത്തിലില്ല? ചേട്ടന്റെ ലൈഫിലും അതുപോലെ തന്നെ പല യങ്സ്റ്റേഴ്സിന്റെയും, അതിപ്പോ പുറത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും സിനിമ അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളും മനസ്സിലുള്ളവരുടെ ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡയലോഗായിരുന്നു ആ ഡയലോഗ്. അപ്പൊ ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി ആ ഡയലോഗ് ഒന്ന് പറയൂ. ജീവിതം ഒന്നല്ലുള്ളൂ അനിയ, ജീവിക്കണ്ടേ. അതെനിക്ക് ഒരു ഇൻസ്റ്റൻസിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവും എന്ന്. അതെ, കാര്യം അത് പറഞ്ഞ പോലെ അത് എല്ലാ വ്യക്തികൾക്കും, അത് ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കായാലും അവരുടെ ഒരു അറ്റ് എ പോയിന്റ് ഓഫ് ലൈഫ് ടൈമിൽ അവർക്ക് തോന്നുന്നൊരു കാര്യമാണ്. നമ്മൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഡയലോഗാണത്.
ഓക്കെ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ. അത് തന്നെ ചേട്ടാ, ഇതിപ്പോ ക്രിട്ടിക്സ് ഇത് മീൻസ് നമ്മുടെ മൂവിയുടെ റിവ്യൂ ചെയ്തപ്പം അത് പറഞ്ഞു, അതായത് ടുവേർഡ്സ് ക്ലൈമാക്സ് അങ്ങനെ 3-4 ഇൻസ്റ്റൻസുകളുണ്ട്. അപ്പൊ ഈ ഇൻസ്റ്റൻസുകളിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ നിങ്ങൾ കണക്ട് ആയി നിങ്ങൾ കരയും എന്ന് അത് എങ്ങനെയാ, മീൻസ് അതിന്റെ ഒരു റൈറ്റിംഗ് തന്നെ അത് അങ്ങനെ വന്നതാണോ, അതോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ നമ്മളൊന്ന് ഇമോഷണലി ഡ്രെയിൻ ചെയ്ത് തന്നെയായിരിക്കണം ക്ലൈമാക്സ് എന്നുള്ളതാണ്? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അല്ല, അതിന്റെ കൃത്യമായ മറുപടി വിപിനെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഉറപ്പായിട്ടും ഈ പറഞ്ഞ ക്ലൈമാക്സ് സീനിൽ ബിജുക്കുട്ടൻ ചേട്ടന്റെ ഒരു സീൻ വരുമ്പോഴേക്കും നമുക്ക് അത് അത്യാവശ്യം എല്ലാ മനുഷ്യർക്കും ഒരു കണ്ണിലൊരു നനവെങ്കിലും വരും. അത് ആ പോർഷനൊക്കെ അവർ നേരത്തെ എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. അത് അതിമനോഹരമായ ഇഷ്ടമില്ല. അത് വിപിൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ എഴുതിയതിന്റെ ഒരുപാട് മുകളിൽ ഡയറക്ടർ ഷൂട്ട് ചെയ്തു, അത്രയും മികച്ചതായി ഷൂട്ട് ചെയ്തു. അപ്പൊ അത് അപ്പം വീണ്ടും ഭംഗി കൂടി വന്നു, അതിന്റെ കൂടെ മ്യൂസിക് വന്നപ്പോൾ വീണ്ടും ഭംഗി കൂടി, അങ്ങനെ വന്ന ഒരു സംഭവമാണ്. ഓക്കെ. അപ്പൊ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ് ഫോർ വാഴ 3 അതിന് മുന്നേയുള്ള പ്രോജക്ട്സുകൾക്കും. അപ്പോൾ ഇത്രയും നേരം വന്ന് സംസാരിച്ചതിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതൊരു കരിയർ ആയിട്ട് തന്നെ ചൂസ് ചെയ്യാന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അറിയില്ല, നോക്കാം. അപ്പോൾ ദ റെസ്റ്റ് ഈസ് ഓൾ അപ്പ് ടു യു. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.